ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈത്താക്കാലത്തിൻ്റെ 5-ാമത്തെ ആഴ്ചയിലാണ്. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ വായനയായിട്ട് എടുത്തിട്ടുള്ളത്. ശ്രീകോവിലിന് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിന് ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. അനന്തരം അഹ്റോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ ഊരി വയ്ക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചു വന്ന് തനിക്കും ജനത്തിനും വേണ്ടി ദഹനബലി അർപ്പിച്ച് പാപപരിഹാരം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇവിടെ ഇത് ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നാണ്. അതായത് ഈ പാപപരിഹാരത്തിനുള്ള ബലി അർപ്പിക്കുന്നത് ആരാണ്? അത് മഹാപുരോഹിതനാണ്. ഈ മഹാപുരോഹിതൻ പോലും വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് സോളമൻ പണി കഴിപ്പിച്ച ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. അവിടെ ഒരു വലിയ വിരിയുണ്ട്. ഈ വിരിക്കുള്ളിലേക്ക് അവൻ പ്രവേശിക്കും. പിന്നെ അവനെ കാണാൻ കഴിയില്ല. അവൻ അവിടെ കയറിയിട്ട് എന്താണ് ചെയ്യുന്നത്? 3 ആട്ടിൻകുട്ടികളുണ്ടാവും. 2 എണ്ണത്തിനെ അവൻ ബലി കഴിക്കും, കൊന്ന് അതിൻ്റെ ചോര അവിടെയൊക്കെ തളിക്കും. 3-മതൊന്നുണ്ട്. അതിൻ്റെ തലയിലേക്ക് എന്ത് ചെയ്യണം? ആ ഒരു കോലാടാണ്. അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ഇതാണ് ഈ യോഹന്നാൻ മാംദാന ഈശോയെ കാണുമ്പോൾ പറയുന്നത്, ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാട്. അതായത് ഈ കുഞ്ഞാട് ഒരു തെറ്റും ചെയ്യാത്ത ആടാണ്. അത് ഒരു സാധുജീവിയാണ്. ഈ സാധുജീവിയുടെ തലയിലേക്ക് ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും കുറ്റങ്ങൾ ആവാഹിക്കുകയാണ്. എന്നിട്ട് അതിന് ഒരാളുടെ കൈവശം ഇങ്ങനെ മരുഭൂമിയിലേക്ക് കൊടുത്തു വിടുന്നു. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നത്? മരുഭൂമിയിൽ പുല്ലിൻ്റെ ഒരു നാമ്പ് പോലും ഇല്ല. വെറും മണൽ മാത്രമേ ഉള്ളൂ. വെള്ളത്തിൻ്റെ ഒരു തുള്ളി കിട്ടുകയില്ല. മണലാരണ്യത്തിൽ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. കാൽ പൊള്ളിപ്പോകും താഴെ. മുകളിൽ സൂര്യൻ്റെ കത്തിക്കാളുന്ന രശ്മികൾ അതിൻ്റെ ദേഹം മുഴുവൻ ഒരു തീനാളം പോലെ ആക്കി തീർക്കും. ഇങ്ങനെ അത് വെള്ളം കിട്ടാതെ ദാഹിച്ച് നാക്കിട്ടലച്ച് മരുഭൂമിയിൽ പോയി ചത്തു വീഴുന്ന ആ കഥ, അല്ലെങ്കിൽ ആ ഒരു ചിത്രം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കുക. ഈശോയെക്കുറിച്ച് ഇതാണ് പറയുന്നത്. ഈശോ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ ചുമന്ന് ഇതുപോലെ കുരിശിൽ മരിച്ചതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ആ കുഞ്ഞാടിൻ്റെ രൂപത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ചിത്രത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈശോയെ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാട് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ കൊന്തയിൽ, മാതാവിൻ്റെ കൊന്തയിൽ എല്ലാ ദിവസവും നമ്മൾ ലുത്തിനിയായ്ക്ക് ശേഷം ഇത് ആവർത്തിക്കുന്നില്ലേ? ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാട്. ഈ കുഞ്ഞാടലാണ് നമ്മുടെ വിശ്വാസം. ഈ കുഞ്ഞാടാകുന്ന ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ. ഈ കുഞ്ഞാടാണ് ആ ശരീരത്തിൻ്റെ ശിരസ്. ഈ കുഞ്ഞാട് പറയുന്നതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഈ പറയുന്ന വെളിപാട് പുസ്തകം 21-22 വാക്യത്തിൽ നമ്മളത് കാണും. അവിടെ പറയുന്നത് എന്താണ്? ഞാൻ പട്ടണത്തിലേക്ക്, നഗരത്തിലേക്ക് എന്ന്. പക്ഷേ നഗരം ഞാൻ കണ്ടില്ല, അവിടെ ദേവാലയം കണ്ടില്ല. എന്താണത്? കർത്താവും കുഞ്ഞാടുമായ, സർവശക്തൻ ദൈവമായ കർത്താവും കുഞ്ഞാടുമാണ് ആ ദേവാലയം. ചുരുക്കത്തിൽ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടാണ് യഥാർത്ഥത്തിലുള്ള ദേവാലയം. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. ഇനി അതിനെ ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളാണ് ആ ദേവാലയം. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ദേവാലയങ്ങളാണ്. ഈശോയുടെ ശരീരമാണ് നമ്മൾ, അവിടുത്തെ അവയവങ്ങളാണ് നമ്മൾ. അതുകൊണ്ടാണ് പത്രോസ് നമ്മളോട് പറയുന്നതിൻ്റെ ലേഖനത്തിൽ, അവിടെ 1-ാം ലേഖനത്തിൽ പറയുന്നത് എന്താണ്? 2-ാം അധ്യായത്തിൽ നമ്മൾ ജീവിക്കുന്ന ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായിട്ട് വളർന്നു വരണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കുഞ്ഞാടിൻ്റെ ഈ ചിത്രം നമ്മൾ ഓർക്കണം, അത് നമ്മുടെ ചിത്രമാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അഹ്റോനെക്കുറിച്ച്, അഹ്റോന് വസ്ത്രങ്ങൾ കൊടുക്കുന്ന ആ കാര്യമൊക്കെ പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതുപോലെ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അഹ്റോൻ എന്ത് ചെയ്യണം? അഹ്റോൻ ലോകത്തിൻ്റെ ഇവരുടെ പാപങ്ങൾ മുഴുവൻ അവൻ്റെ നെഞ്ചത്ത് വഹിക്കണം. അതുകൊണ്ടാണ് അവൻ്റെ നെഞ്ചത്തുള്ള ഉരസ്ത്രാണത്തിൽ
ഈ 12 ഗോത്രങ്ങളുടെ പേര് എഴുതി വെക്കണമെന്നൊക്കെ പറയുന്നത്? അത് പ്രതീകാത്മകമായിട്ട് വെക്കുന്നിട്ട് പറയും അവരുടെ ന്യായവിധി നിൻ്റെ നെഞ്ചിലാണെന്ന് ഓർത്തോണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായ നമ്മുടെ നെഞ്ചത്താണെന്ന് ഓർക്കണം. ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിഹാരം ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കേവലം നാമമാത്ര ക്രൈസ്തവ വിശ്വാസികളായി കഴിയുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ വായന യൂദാസിൻ്റെ ലേഖനം 1-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. യൂദാസ് സ്കറിയാത്ത അല്ല, നമുക്കറിയാം. സ്കറിയാത്ത പിന്നെ ലേഖനം എഴുതാമെന്നിരുന്നില്ല, അവൻ പോയി തൂങ്ങി മരിച്ചുള്ള കാര്യം നമുക്കറിയാം. സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലെ ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ച് മതിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. ഈ ലേഖനങ്ങളൊക്കെ പ്രത്യേകിച്ച് പത്രോസിൻ്റെയും അതുപോലെ യോഹന്നാൻ്റെയും യൂദാസിൻ്റെ ഒക്കെ എടുത്ത് വായിച്ചു നോക്കുക. സഭാസമൂഹത്തിൽ വലിയ വഴക്കും വക്കാണവും പ്രശ്നങ്ങളും വിഭാഗിതയും എല്ലാം ഉണ്ടാകുന്നൊരു സമയത്താണ് ലേഖനങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ യൂദാസ് പറയുന്നത് എന്താണ്? ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുക. എങ്ങനെയാണ് അശുദ്ധമാക്കുന്നത്? അവർ തിന്നു കുടിച്ച് മദ്യപിച്ച് കാമകേളിൽ മുഴുകി അങ്ങനെ നടക്കുന്നത്. അങ്ങനെ ശരീരത്തെ അശുദ്ധമാക്കുന്നത്. അതുപോലെ അവർ ഈ പറഞ്ഞ് ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സമൂഹത്തിൽ അധികാരികളുണ്ടെങ്കിൽ അധികാരി അവരെ ആരാ ഞങ്ങളുടെ അധികാരിയാക്കിയത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പൗലോസിനെതിരെയൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ അധികാരികളെ നിങ്ങൾ മാനിക്കണം, അനുസരിക്കണം. കാരണം എന്താണ്? നിങ്ങളുടെ ആത്മാക്കളുടെ കണക്ക് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണവർ. അവർക്ക് വേണ്ടി അവരെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനശൂന്യമായിരിക്കും. മാത്രമല്ല നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നീട് പൗലോസിലെ റോമാലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അധികാരികൾ എന്തിനു വേണ്ടിയിട്ട് അവർ വാള് ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. നന്മ ചെയ്യുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല, തിന്മ ചെയ്യുന്നവർ പേടിച്ചാൽ മതി. അതുകൊണ്ട് ഈ അധികാരത്തെ നമ്മൾ മാനിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഏത് തലത്തിലായാലും, രാജ്യത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ മതത്തിൻ്റെ ആയാലും ഒക്കെ നമ്മൾ അധികാരത്തെ മാനിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ മാനിക്കാതിരിക്കുന്ന തുല്യമാണ്. കർത്താവ് തന്നെ പറയും, ഈ സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണ് തെറ്റാണ്? നിങ്ങൾ സീസറിൻ്റെ സിറ്റിസൻസാണ്, പൗരന്മാരാണ്. അതുകൊണ്ട് നികുതി കൊടുത്തേ മതിയാകും. പത്രോസിനോട് പോലും നികുതി കൊടുക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഈ അധികാരം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും തുല്യരായിരിക്കാൻ കഴിയില്ല. കാരണം ഒരു സമൂഹത്തിൽ അതിനെ നയിക്കാനായിട്ട് ചിലരൊക്കെ ദൈവം നിയോഗിക്കും. അങ്ങനെയുള്ളവരെ എങ്ങനെ നയിക്കണമെന്നുള്ളത് അതും കൃത്യമായിട്ട് വചനം തന്നെ പറഞ്ഞു തരും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഈ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി മലിനരാകുകയാണ് ചെയ്യുന്നത്. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ നമുക്കറിയാം, അവർക്ക് പന്നിക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും വലിയ വിവേകമൊന്നുമില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുന്നു. പന്നിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പന്നി ചെളിയിൽ പോയി കിടന്നുരുള്ളൂ. അങ്ങനെ ശാരീരികമായിട്ട് തന്നെ മലിനമാകും. ഇതുപോലെയാണ് എല്ലാ മൃഗങ്ങളും. ഇതുപോലെ നമ്മൾ ആയിത്തീർന്നാൽ എന്താ പ്രയോജനമുള്ളതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറയാമല്ലോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്നിട്ട് പറയണം അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. ആരാണ് ഈ പറയുന്ന കായന് സംഭവിച്ചത് എന്താണ്? അവൻ്റെ അസൂയ. അവനോട് ദൈവം പറഞ്ഞിരുന്നു, കായനെ പാപം നിൻ്റെ പടിവാതിൽക്കുണ്ട്, അത് നിന്നിൽ താല്പര്യം വെച്ചിട്ടുണ്ട്, നീ അതിനെ കീഴ്പ്പെടുത്തണം, അല്ലാതെ നിന്നെ കീഴ്പ്പെടുത്തും. അവൻ കേട്ടില്ല. അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യുന്നത്? ഈ കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അസൂയ കൊണ്ട് മറ്റുള്ളവരെ കൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. കൊല്ലാക്കൊല ചെയ്യുന്നു, വാക്കുകൊണ്ട് കൊല്ലുന്നു. വീണ്ടും പറയുകയാണ്, ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് വീഴുന്നു. അതെന്താണ്? അവർ ഈ ഇസ്രായേൽക്കാരെ ശപിക്കാനായിട്ട് ബാലാം എന്ന് പറയുന്ന മന്ത്രവാദിയെ കൊണ്ടുവരുവാണ്. ബാലാക്ക്, ഒരു രാജാവ്, മോവാബി രാജാവ്. അപ്പോൾ ഈ ബാലാം അവസാനമായിട്ട് അവന് കാശ് കിട്ടുമല്ലോ, അങ്ങനെ കാശ് കിട്ടും എന്ന് വിചാരിച്ച്
അവൻ ശരിയല്ലാത്തത് ചെയ്യാനായിട്ട് തുനിഞ്ഞു. അതാണ് ഇവിടുത്തെ വിവക്ഷ. അങ്ങനെ അവൻ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരാകും. നമുക്ക് സത്യം അറിയാമെങ്കിലും കാശിന് വേണ്ടിയിട്ട് അത്യാവശ്യം നുണയൊക്കെ പറയുന്ന രീതി. അതുപോലെ കോറായുടെ പ്രക്ഷോഭം നമുക്കറിയാം, സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നാണ്. അവർ ഈ കോറ, അബീറാമും നാഥാനും കോറായും എല്ലാം കൂടെ കൂടിയിട്ട് അഹ്റോനും മോശയ്ക്കൊക്കെ പിറുപിറുക്കുകയാണ്. അവർ നേതാക്കളായത് ആര് പറഞ്ഞു നിങ്ങൾ നേതാക്കളാണെന്ന്? ഞങ്ങളെല്ലാം നേതാക്കളാണ്. അവസാനം അവർക്ക് പറ്റിയത് എന്താണ്? അവരുടെ കുടുംബത്തോടടക്കം ഭൂമി വാവിളർന്ന് വിഴുങ്ങിയെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവരുടെ വഴിയിലേക്ക്, നാശത്തിലേക്ക് ചെന്ന് ചേരുന്നു ഈ ഇങ്ങനെയുള്ള അഹങ്കാരികൾ, അധികാരത്തെ മാനിക്കാത്തവർ. ചുരുക്കം അതാണ്. പ്രിയമുള്ളവർ, നമ്മൾ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഓർക്കണം, ആദ്യം നമ്മളിൽ ഫലമുണ്ടാക്കണം. അതിനുശേഷം വേണം മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ ബാലാമിനെ പോലെയും കോറായെ പോലെയും അതുപോലെ കായനെ പോലെയൊക്കെ നമ്മൾ ആയിത്തീരുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മളെ കേൾക്കുന്നവരുമൊക്കെ അങ്ങനെ തന്നെ ആയിത്തീരും. സുവിശേഷം, ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ ഊമനായൊരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവർ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്നൊരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു നിങ്ങൾ പറയുന്നു. ബേൽസബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് കർത്താവ് ഇങ്ങനെ ഈ രോഗസൗഖ്യം കൊടുക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ഈ ഫരിസയന്മാരൊക്കെ അവൻ ചെകുത്താൻ്റെ തലവനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, അതെങ്ങനെ ശരിയാകുന്നത്? ചെകുത്താനെതിരായിട്ട് തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പറഞ്ഞ് നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ട, ഒരു യുക്തി വേണ്ടേ? എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അപ്പോൾ നിങ്ങളുടെ മക്കളെങ്ങനെയാണ് അത് പുറത്താക്കുന്നത്? അവരാരെ കൊണ്ടാണ് പുറത്താക്കുന്നത്? അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഈ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക. വെറുതെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, വാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയരുത്. നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഈ വൈകുന്നേരത്തെ അന്തിച്ചർച്ചകൾ ചാനലുകളിൽ പറയുമ്പോൾ തന്നെ നമുക്ക് തിരിയും അത് വെറുതെ പറയാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ ഇന്ന് ഒരു പാർട്ടിക്ക് വേണ്ടി പറയുന്ന ആൾ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് വേറെ പാർട്ടിക്ക് വേണ്ടി പറയാം എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യമൊന്നുമില്ല. ഇങ്ങനെ കാശ് കിട്ടും, അതുകൊണ്ട് പറയാൻ വേണ്ടി പറയുന്നതാണ്. കർത്താവ് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്, സത്യസന്ധമായിട്ട് പെരുമാറുക. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം ഇത് ഞാൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന്. ദൈവത്തിൻ്റെ ശക്തിയിൽ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കത് അംഗീകരിക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുകയാണ് ഞാൻ പിശാചിനെ കൊണ്ടാണ് പുറത്താക്കുന്നത്. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു, അന്തഛിദ്രമുള്ള ഒരു ഭവനവും നിലനിൽക്കില്ല. അത് ചെകുത്താനെ പുറത്താക്കുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇത് വളരെ സത്യമാണ്, എല്ലാ തലങ്ങളിലും സത്യമല്ലേ. ഒരു വീട്ടിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാണെങ്കിൽ ആ ഭവനം നിലനിൽക്കില്ല, അത് തല്ലി തെറിച്ച് പോവുകയുള്ളൂ. നമ്മുടെ സഭാ സമൂഹത്തിൽ, ഇടവക സമൂഹത്തിലൊക്കെ എന്തെല്ലാം തരത്തിലുള്ള വഴക്കുകളാണ്, അന്തഛിദ്രമാണ്. കർത്താവ് വളരെ പറഞ്ഞു, വളരെ സത്യമാണ്. ഈ അന്തഛിദ്രമുള്ള ഒരു ഭവനവും നിലനിൽക്കില്ല. ഇന്ന് നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ കാണാം, സഭാ സമൂഹങ്ങളുണ്ടായിരുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് എന്താണത്? അവിടെയൊന്നും ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാതായി തീർന്നു. ഈ പറയുന്ന രീതിയിൽ അന്തഛിദ്രത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയെല്ലാം ആയിത്തീർന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷമൊക്കെ പറയുകയും അത് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം, ഈ അന്തഛിദ്രം നമ്മളിലില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മളെല്ലാവരും ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഈ അവയവങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകളുണ്ടാകും. ഇപ്പം നടക്കാൻ പറ്റാത്തൊരു കാലുണ്ടായെന്ന് വരും, ഒരു കാല് ചിലപ്പം അത് തളർന്നു പോയതായിരിക്കും. അപ്പോൾ ശരീരത്തെ താങ്ങാനായിട്ട് ഒരു കാല് തയ്യാറാകണം. അതുപോലെ തന്നെ ഒരു പക്ഷേ കൈകൊണ്ട് ആ മറ്റേ കാലിനും താങ്ങിക്കൊടുക്കണം. ഇതൊക്കെയാണ് ഈ സഭാ സമൂഹത്തിൽ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ പരസ്പരം പോരടിക്കുകയാണെങ്കിൽ ഇല്ലാതാവുക എന്നുള്ള വിധിയായിരിക്കും നമുക്കുണ്ടാവുക. കർത്താവ് പറഞ്ഞു ഓർക്കുന്നുണ്ട്, ശിഷ്യന്മാരിങ്ങനെ ജെറൂസലം ദേവാലയത്തിൻ്റെ പണികളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ് കണ്ടോ ഇത് മനോഹരമായിരിക്കുന്നല്ലേ? കർത്താവ് പറഞ്ഞു, മനോഹരമായിരിക്കും നല്ല പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതെല്ലാം നശിച്ചു പോകുമെന്നാണ്. AD 70 റോമാക്കാർ വന്ന് അന്നത്തെ ആ മനോഹരമായ ദേവാലയം, ഹെറോദേസ് പണിത ദേവാലയമാണ്, സോളമൻ പണിത് പിന്നെ പുതുക്കി പണിതാണ്. ആ ദേവാലയം ഈ പറഞ്ഞ രീതിയിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അതെല്ലാം ഇട്ടിച്ചു നിരത്തി അവർ നിലംപരിശാക്കി. ഇന്നതിൻ്റെ പടിഞ്ഞാറെ ഭിത്തി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അവരത് പണിയാനൊക്കെ ശ്രമിച്ചു നോക്കി നടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക്
ഈ സമൂഹത്തിൽ സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ നടക്കാതെ പരസ്പരം ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടന്നാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം, പ്രിയമുള്ളവരെ, ഈ കൈത്താക്കാലത്ത് ഇത്തരത്തിലുള്ള ഫലം നമ്മളിൽ ഉളവാകണം. ഐക്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, കൂട്ടായ്മയുടെ, പങ്കുവയ്ക്കലിൻ്റെയൊക്കെ ആ ഒരു ഫലമുണ്ടാകണം. അധികാരികളെ മാനിക്കുന്ന ആ ഒരു ഫലമുണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സുവിശേഷം ഫലദായകമായി എന്ന് പറയാൻ കഴിയുക. ഈശോ മിശിഹായ്ക്ക് സ്തുതി.